മലപ്പുറത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്നു. ചെന്നര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. രാവിലെ പൂജാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. എന്തെങ്കിലും തുമ്പ് കണ്ടെത്തിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് ലക്ഷ്മി, ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ 5 മണിക്ക് പൂജയ്ക്കായി നട തുറക്കാനെത്തിയ നമ്പൂതിരി പൂജാരിയാണ് ഇത്തരത്തിൽ ഈ മോഷണം നടന്നതായിട്ടുള്ള വിവരം അറിയുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ക്ഷേത്രത്തിലെ വിവിധ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. പ്രധാന ഭണ്ഡാരം ഉൾപ്പെടെ കവർന്നിട്ടുണ്ട്, മോഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം മംഗലം ചേന്നരയിലെ മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇത്തരമൊരു മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇന്നലെ രാത്രി ആയിരിക്കാം ഒരുപക്ഷെ ഈ മോഷണം നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. തിരൂർ പോലീസാണ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയിട്ടുള്ളത്. CI ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തി വിശദമായി പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണം എന്നുള്ളത് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്തരം ഭണ്ഡാരത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംഭാവനകളും എല്ലാം തന്നെ കൂട്ടിച്ചേർത്താണ് മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഭണ്ഡാരവും പാടെ മോഷ്ടിക്കപ്പെടുന്ന ഒരു സ്ഥിതി, കുത്തി തുറന്ന് അതിലെ പണം കവരുന്ന ഒരു സ്ഥിതി, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നത് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ലക്ഷ്മി.